ചെറിയ സിനിമകൾ ഹിറ്റായി മാറുന്ന പ്രവണതയും ട്രെൻഡുമാണ് ഇപ്പോൾ തമിഴ് സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൈപ്പും ഇല്ലാതെ റിലീസ് ചെയ്ത രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തിയ തായ്ക്കിഴവി എന്ന സിനിമ 50 കോടിയും കഴിഞ്ഞ് ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇപ്പോഴും തിയേറ്റേഴ്സിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിവകാർത്തികേയനാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആ ചിത്രം ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ട് പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ സിനിമ നേടുകി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ കെൻ നായകനായ അദ്ദേഹത്തിനെ സംവിധാനം ചെയ്ത യൂത്ത് എന്ന സിനിമയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയൊരു ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. ആദ്യ ദിനത്തിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് രണ്ടാം ദിനത്തിലും അവർ കൺവേർട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ അർത്ഥം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് തന്നെയാണ്. സുരാജ് ബഞ്ചാറമൂടും ഒരു പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഡേ 2-ൽ ഈ ചിത്രം ഏകദേശം 3.5 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 കോടിയോളം രൂപയാണ് 2 ദിവസങ്ങളായിട്ട് ഈ സിനിമ നേടിയിരിക്കുന്നത് എന്നത് പറയണം. ഓർക്കുക, വലിയ സ്റ്റാർ കാസ്റ്റോ പരിപാടിയോ ഒന്നുമില്ല. ട്രെയിലർ ഭയങ്കരമായൊരു ഓളം സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തിയേറ്റേഴ്സിലേക്ക് ആളുകൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം, തമിഴ്നാട്ടിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ സിനിമകളൊന്നും വരുന്നില്ല എന്നതും കൂടി നിരാശകരമായ കാര്യമാണ്. മാർച്ച് എത്തിയിരിക്കുന്നു, എന്നിട്ടും ഒരു വലിയ സ്റ്റാർ സിനിമകൾ ഇതുവരെ തമിഴ്നാട്ടിൽ വന്നിട്ടില്ല. റിലീസ് ചെയ്യേണ്ടിയിരുന്ന ജനനായകൻ മാറിപ്പോയി. കറുപ്പിൻ്റെ റിലീസ് ഡേറ്റ് അവർ മാറ്റി വെച്ചിരിക്കുന്നു. അത് മെയ്യിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പല പല പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് തമിഴ് സിനിമ. അവിടെ നിന്നുകൊണ്ടാണ് സർപ്രൈസ് ഹിറ്റുകൾ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിൾ കൂടിയാണ് ഇപ്പോൾ യൂത്തിൻ്റെ വിജയം കൂടി പറയേണ്ടത്. ഏകദേശം 3.5 കോടി രൂപയാണ് തമിഴ് മാർക്കറ്റുകളിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. 1900 ഷോസോളം രണ്ടാം ദിനത്തിൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു ടീനേജ് പയ്യൻ്റെ കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതിൻ്റെ ക്രഷുകൾ, അടി, ഫാമിലി ഡ്രാമ ഒക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ കഴിയുകയും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കാണ് യൂത്ത് സംസാരിക്കുന്നത്. അത് തന്നെയാണ് തമിഴ് പ്രേക്ഷകർക്കും ഒരു വലിയ ഹുക്കിംഗ് പോയിൻ്റായിട്ട് മാറിയിരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയണം. കെൻ നടൻ കരുണയുടെ മകനാണ് കെൻ കരുണ. കെൻ ഇതിനു മുമ്പും അഭിനയിച്ചിട്ടുണ്ട്. അസുരൻ എന്ന സിനിമയിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കെന്ന് തന്നെ പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു സിനിമയും ഒരു സ്റ്റഡി റണ്ണായിട്ട് ബോക്സ് ഓഫീസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വളർന്നു വരുന്ന ഒരു താരം, തമിഴ് സിനിമാ മേഖലയിൽ യങ്സ്റ്റേഴ്സിനിടയിൽ ഇനിയും സിനിമകൾ ചെയ്യണമെന്ന് ഉറപ്പുള്ള ഒരു താരം കൂടിയായിട്ടാണ് കെന്നു മാറുന്നത്. മാത്രമല്ല, തമിഴ് സിനിമയുടെ ട്രെൻഡ് അൺബിലീവബിളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ ഉണ്ടാക്കിയ അതേ ട്രെൻഡാണ് ഇപ്പോൾ തമിഴ് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത്. മലയാളത്തിൽ പണ്ട് വലിയ സ്റ്റാർ കാസ്റ്റുകൾ വേണം എന്നില്ല, കണ്ടൻറ് ഇസ് ദ കിങ് എന്ന് തന്നെയാണ് മലയാള സിനിമാ മേഖല സംസാരിക്കാറുള്ളത്. അതേ രീതിയിലാണ് തമിഴ് സിനിമാ മേഖലയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർ കാസ്റ്റുകളുടെ സിനിമകൾ മാത്രം വിജയിപ്പിക്കാതെ കണ്ടൻറ്റുള്ള സിനിമകൾ തിയേറ്ററുകളിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് വരുന്നുണ്ട്. അതൊരു പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ കാണുന്ന തമിഴ് സിനിമയിലെ ഒരു പ്രവണതയാണ്. അത് സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രൈം ആൻഡ് ലാസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ യൂത്ത് എന്ന സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്റ്റഡി റണ്ണുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വലിയ ബോക്സ് ഓഫീസ് തരംഗം യൂത്തിന് സൃഷ്ടിക്കാൻ കഴിയും. ആ രീതിയിൽ തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിയുമ്പോഴും കൃത്യമായ ചെക്ക് പോയിൻറ്റ്സുകൾ ടിക്ക് ചെയ്തുകൊണ്ടാണ് കെന്നിൻ്റെ സിനിമയായ യൂത്ത് തരംഗം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.